Ready? 1, 2, 3, start. Oh no, don't face like that. നേരെ വെച്ചോ. അപ്പം മാത്തും ബാൻസിയും ഒരു ടോയ് ആയിട്ടുള്ള മൽപ്പിടുത്തത്തിനാണ് രാവിലെ. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ലൈഫ് ഈസ് ലവ്. അപ്പോൾ ഇന്ന് ഞാനൊരു മിനി വ്ളോഗ് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പം ഇവിടെ മക്കൾക്കൊക്കെ വെക്കേഷനായി, അപ്പോൾ എല്ലാവരും വീട്ടിലുണ്ട്. അപ്പം മോൻ്റെ ഒരു ഹെയർ കട്ടിങ്ങും ബാൻഷിയുടെയും ബാത്തുവിൻ്റെയും കൂടെ ഒക്കെ ഉള്ളൊരു ചെറിയ മൊമെൻറ്റ്സുമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് ആദ്യം കണ്ണനെ വിളിച്ചിട്ട് കണ്ണൻ്റെ മുടി ഒന്ന് കട്ട് ചെയ്യാം. അപ്പോൾ മുടി കട്ട് ചെയ്യുന്നതിന് മുമ്പുള്ള കണ്ണനും മുടി കട്ട് ചെയ്തിട്ടുള്ള കണ്ണനും നമുക്കിപ്പം ഉടൻ തന്നെ കാണാവുന്നതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക. അപ്പോൾ നമ്മൾ മുടി കട്ട് ചെയ്യുന്നതിന് മുമ്പത്തെ കണ്ണനാണിത്. അപ്പോൾ കണ്ണന് ഇഷ്ടമാണ് മുടി കംപ്ലീറ്റ് ആയിട്ട് അമ്മ എടുക്കാൻ പോകണം, മുട്ട വെക്കാൻ പോവാണ്. വിഷമമുണ്ടോ? ഇവിടെ വിഷമമുള്ളത് ബാൻഷിക്കും മാത്തുവിനുമാണ്. അവർ രണ്ടുപേരും കുറച്ച്. അപ്പോൾ കണ്ണന് ഇഷ്ടമാണോ? വെട്ടോ അമ്മ കംപ്ലീറ്റ് ആയിട്ട് മുട്ട അടിക്കുവാണ്. അപ്പൊ റെഡിയായി. അപ്പം കട്ട് ചെയ്യാം. അപ്പൊ ഓക്കെ. കണ്ണൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് മുടി മുട്ടയടിക്കാനായിട്ട്. അപ്പൊ എനിക്കൊന്ന് മോൻ ജനിച്ചു കഴിഞ്ഞിട്ട് എനിക്കൊന്ന് 3ാമത്തെ പ്രാവശ്യമാണ് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് മുട്ടയാക്കാൻ പോണത്. അപ്പം ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഞാനിന്ന് ട്രിം ചെയ്തിട്ടാണ് നമ്മൾ മുട്ടയാക്കാൻ പ്ലാൻ ചെയ്യുന്നത്. ഓന്നോ ഓക്കെ, സ്കേറി ഒന്നാവണ്ട. ഇതൊരു 2 മാസം 2.5 മാസത്തെ ഹെയർ ആണ് അവന്റെ. ലക്ഷ്മിക്ക് കട്ട് ചെയ്യണം. നല്ല കട്ട് ചെയ്യുകയാണ്. എല്ലാം കണ്ട് ബാൻഷി ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. ബാൻഷിക്ക് ചെയിൻ വേണമെന്നാണ് പറയുന്നത്. അപ്പൊ തീർത്ത കയറി ലക്ഷ്മി കട്ട് ചെയ്തോ. സീരിയസ് ആയിട്ട് കട്ട് ചെയ്ത് അവൻ മുറി. നമ്മുടെ ഇതെല്ലാം കണ്ട് മാത്തു ഫെഡപ്പായി ഉറങ്ങി. മാത്തുന് ഇതൊന്നും കാണാൻ വയ്യ. മാത്തു ഉറങ്ങി. Wait, why is it not even cutting, bro? Wait. Which one? Look at the bubble. Matu? Matuti? Bro's got R9. How does what I look like right now? Oh, nah. Bro. Kati. Kati, dalu kati. I can't see. Do the front. Wait. Take a photo. മുടി കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് ഷേവ് ചെയ്തില്ല. നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് മുട്ടയാക്കണമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ ഇത്രയാക്കിയപ്പോൾ തന്നെ എനിക്ക് തോന്നി ഇതിൻ്റെ ആവശ്യമേ ഉള്ളൂ. കംപ്ലീറ്റ് ആയിട്ട് ഇനി ഷേവ് ചെയ്ത് അവനെ ഇനി വൃത്തികേടാക്കണ്ട. അപ്പം കണ്ണൻ ഹാപ്പിയാണ്. അപ്പം നമ്മളിതുകൊണ്ട് ഇവിടെ വെച്ച് നിർത്തി. അപ്പം തീർച്ചയാണിത് ഇത്രയും നല്ലപോലെ ആക്കിയത്. പിന്നെ ഞാനിവിടെ ജസ്റ്റ് ഷേപ്പൊക്കെ ഒന്ന് ചെയ്ത് കൊടുത്ത്. അപ്പോൾ തീർത്തൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് നമുക്ക് ചോദിക്കാം. തീർത്തോ
Yeah, it was easy. ഈസി ആയിരുന്നോ? ഫസ്റ്റ് ടൈം അല്ലേ ചെയ്യുന്നത്? വേറെ അതിന് മുമ്പ് ചെയ്തിട്ടുണ്ടോ ആരെങ്കിലും? ഇനി മുമ്പ് കണ്ടന്റ് ചെയ്തിട്ടില്ലല്ലേ? അപ്പൊ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? പറ, ഇങ്ങോട്ട് നോക്കി പറ, ചിരിക്കാതെ. It was my dream to cut Taja's hair because I weren't trusted. So today I done it, and he got a buzz cut. I really like it. നമുക്ക് ബാൻഷിയോടും മാത്തുവിനോടും ചോദിക്കാം ഹെയർ കട്ട് എങ്ങനെയുണ്ട്. ഇന്ന് രണ്ടുപേരും വാ, കമ്മിയ ഹെയർ കട്ട് കൊള്ളാൻ ചൂരുമോൻ. Matthew. Guy, Lee, do you like my haircut? Hey, do you like my new haircut? മാത്തുവും ബാൻഷി നല്ല കുട്ടികളായിട്ട് നിന്നുകൊണ്ട് അവർക്ക് നമുക്കൊരു ട്രീറ്റ് കൊടുക്കാം. സിറ്റ് സിറ്റ് ഗുഡ് ഗുഡ് സിറ്റ് ഡൗൺ സിറ്റ് ഡൗൺ സിറ്റ് ദേ. ദാറ്റ്സ് ഇറ്റ്. जब वफा निकला मैं ढूंढने को जमाने में, जब वफा निकला पता चला कि गलत लेके मैं पता निकला, पता चला कि गलत लेके मैं पता निकला। मैं ढूंढने को जमाने में जब वफा निकला, मैं ढूंढने को जमाने में जब वफा निकला। അപ്പം നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഈ മരത്തിൻ്റെ ഒരു ശിഖരം ഒടിഞ്ഞു വീണ്. അപ്പോൾ ഇവിടെ മാത്തു അവിടെ ഒരു ജസ്റ്റ് ഒരു ഹോള് പോലാക്കി അവിടെ തണുപ്പത്ത് അങ്ങനെ കയറി ഇരിക്കുവാണ്. കാരണം ഇപ്പം 2-3 ദിവസമായിട്ട് നല്ല വെയിലുള്ള ദിവസമായതുകൊണ്ട് മാത്തുവിന് ഇവിടെ കയറി ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ബാൻഷി അങ്ങനെ ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ മാത്തു എപ്പോഴും ഇവിടെ തന്നെ. നമ്മൾ വിളിച്ചാലും കുറേ നേരം അവന് ഇവിടെ തന്നെ ഒതുങ്ങി ഇരുന്നിട്ട് നമ്മൾ മാക്സിമം വിളിച്ച് കഴിയുമ്പോഴേ ഇവിടുന്ന് പമ്മി ഇറങ്ങി വരത്തുള്ളൂ. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ അകത്ത് നല്ല തണുപ്പായിരിക്കും, അതായിരിക്കും മാത്തുവിനോട് ഇഷ്ടപ്പെടും. അവനൊരു എല്ലാക്കെ ആയിട്ട് ഇവിടെ വന്നിങ്ങനെ ഇരുന്ന് എൻജോയ് ചെയ്യുവാണ്. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗായിട്ട് വരാനാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. ബാൻഷിയുടെയും മാത്തുവിൻ്റെയും ഒരു ഡേ ഇൻ മൈ ലൈഫ് ആയിരിക്കും. അപ്പം എല്ലാവരും അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് എൻജോയ് ചെയ്ത് കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ബൈ പറഞ്ഞേ മാത്തു. ബൈ ബൈ പറ, ബൈ പറ. ബാൻഷി പറഞ്ഞേ ബൈ. രണ്ടുപേർക്കും ട്രീറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ബാൻഷിക്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. ബാൻഷിക്ക് നേരത്തെ ഞാൻ കൊടുത്ത്. शाही रहना कभी ना कहना
जानते मगर जी नहीं सकते तुम्हारे बिना हमें तुमसे प्यार